വരെ വീണ്ടും ഒരു ചെറിയ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു സ്കൂട്ടറിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ മാസ്ട്രോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. 2015 മോഡലാണ്. പ്രൈസ് അത്യാവശ്യം എന്തായാലും പറയുക ജെന്യുവിനാണ്. അതായത് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ്. 2015 എന്ന് പറയുമ്പോൾ 2030 വരെ പേപ്പറുണ്ട്. അപ്പോൾ ഇനിയും 5 വർഷത്തോളം വണ്ടിക്ക് ആയുസ്സുണ്ട്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് ഞെക്കി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇത്തരം ചെറിയ സ്കൂട്ടറുകളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മിക്ക ആളുകളും വണ്ടി വാങ്ങാനായിട്ട്, അതായത് ഈ ഏത് വീഡിയോ ആണ് കേട്ടോ ആ വണ്ടിക്ക് വേണ്ടി വിളിക്കാറുണ്ട്. അതല്ല, ആ നമ്പർ വീഡിയോയിൽ കാണിക്കുന്ന വാഹനത്തോട് കൂടെ കാണിക്കുന്ന നമ്പറാണ്. അതല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്ന നമ്പറാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണ നമ്പർ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ വിശേഷങ്ങൾ പറയാം, ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. 2015 മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ വൈറ്റും റെഡും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വൈറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു കുഴപ്പം മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് വണ്ടി വീണിട്ട് ഒടിയുക അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഗതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുവാണെങ്കിൽ ആ ചേട്ടൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികം ഓട്ടം ഇല്ലാത്ത ഒരാളാണ് ഈ വണ്ടി. എന്നിട്ട് സംഭവം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പുതിയ ഇലക്ട്രിക് വണ്ടി മേടിച്ചു വരും, ഹീറോയുടെ വിധ മേടിച്ചവർ. അതുകൊണ്ടാണ് ഈ വണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കും. ഇനി ഫ്രണ്ട് വൈസർമയിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ തന്നെ വൈസർമ വേറെ പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതിവിടെ ഒരു ചെറിയൊരു പെയിൻറ്റ് നഷ്ടം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കരിമ്പൻ പോലെ ആയിട്ടുണ്ട് ഈ മാസ്ട്രോ എന്ന് എഴുതിയ സ്റ്റിക്കറിൻ്റെ ഈ ഭാഗത്ത് മാത്രമായിട്ട്. പിന്നെ ഈ സൈഡിലേക്ക് ചെറുതായിട്ട് വീണ പോലെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടാവില്ലേ, ആ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ഒരു സംഗതിയാണുള്ളത്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെ ആ ഒരു ചെറിയ ഭാഗത്ത് പെയിൻറ്റ് പോയിന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ പെയിൻറ്റ് ചെറുതായിരുന്നു അരച്ചിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ചെറിയ ഒരു കരിമ്പനടിച്ച പോലെ ഉണ്ട്. പിന്നെ ഈ ഗ്രാബ് റെയിലിൻ്റെ അവിടുത്തെ സാധാരണഗതിയിൽ എല്ലാ വണ്ടികളിലെ സ്ഥിര ഉപയോഗം കൊണ്ട് നഷ്ടപ്പെടുന്ന ആ ഒരു പെയിൻറ്റ് നഷ്ടമുണ്ട്. ബാക്കി ഫ്രണ്ടിലെ സേഫ്റ്റി ഗാർഡ് ആ സൈഡിലത്തെ സാധനം ഇല്ല, പക്ഷേ ഇവിടെയൊക്കെ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേഡീസിൻ്റെ സാരി ഗാർഡിൻ്റെ അവിടെ ചെളി മാത്രമാണ്, കാര്യമായിട്ട് തുരുമ്പില്ല. കാരണം മിക്ക വണ്ടിയിൽ ഇത്ര പഴക്കമായ വണ്ടിയിലൊക്കെ നല്ല തുരുമ്പായിട്ട് പോണതാണ്, പക്ഷേ കാര്യമായിട്ട് തുരുമ്പില്ല കേട്ടോ. കഴുകിയിട്ടില്ല, ചെളി പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻജിൻ്റെ ഭാഗത്തൊക്കെ ഒരു കോലെന്ന് പറയുന്നത്. പിന്നെ ഒരു ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ യെല്ലോ കളറ് ഈ സാധനം ശരിക്കും ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമൊക്കെ ശരിക്കും ചില ഇത്ര പഴക്കം വരുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ട് തീരെ കാണാൻ പറ്റാണ്ടൊക്കെ ആവാറുണ്ട്. പക്ഷേ അതൊന്നും കാണാനില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി സൈലൻസറിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാധനം വരാറുണ്ട്, അതില്ല. പിന്നെ ഒരു കരിമ്പനടിച്ച പോലത്തെ ഒരു സംഭവമുണ്ട്. ടച്ചപ്പ് ചെയ്യാനുള്ള സംഭവമൊന്നും ഇപ്പോൾ ഇല്ല, ടെസ്റ്റ് നടത്തുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇപ്പം നിലവിലൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുനടന്ന വൃത്തിയുള്ളൊരു വണ്ടിയായിട്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പീസിന് വേറെ കംപ്ലൈൻറ്റ് പൊട്ടലൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഇതിങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട് കണ്ടോ. അകലെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അകലെ നിന്ന് കാണുമ്പോൾ കാണണ്ടാവില്ല, അടുത്ത് കാണുമ്പോഴാണ് അതുള്ളൂ. പിന്നെ ഈ ഒരു സംഭവത്തിക്ക് വരുമ്പോഴൊന്നും ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറുണ്ട് ഒരു 70%, അല്ലെങ്കിൽ വേണ്ട ഒരു ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു 50% ഫ്രണ്ട് ടയർ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ബാക്ക് ടയർ അത്യാവശ്യം 60% അടുത്ത് ബാക്ക് ടയർ ഉണ്ട്. ഇനി വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസാണ് നിങ്ങൾക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ പൊല്യൂഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് കവർ മാറ്റണം എന്തായാലും. കണ്ടോ ഇരിക്കുന്നതാണോ, ഈ സീറ്റ് കവർ എന്തായാലും മാറ്റേണ്ടി വരും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെറിയ നരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മിറർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്, എല്ലാ സംഭവങ്ങളാണെങ്കിൽ കൂടിയും ഈ മീറ്ററിൻ്റെ അവിടെ കാണുന്ന ഭാഗം ഇത് ഡിജിറ്റൽ മീറ്ററാണ്, അനലോഗ് മീറ്ററുമാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഈ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിട്ട് ഇത് മാറ്റാനൊക്കെ പറ്റൂടാ. ചെറിയ പൈസയ്ക്ക് ഇതിനുള്ളൂ, പക്ഷെ മാറ്റി കഴിഞ്ഞൊരു പുതിയ വണ്ടി പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഈ നിറച്ച പീസ് ഉണ്ടല്ലോ, ഇത് മാറ്റാൻ കിട്ടും. ഇതിന് 1000 രൂപ താഴേക്കാണ് ഇതിന് ചിലവ് വരാറില്ല. പക്ഷെ അതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങൾ മാറ്റുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയായിട്ട് മാറും. സീറ്റ് കവറും
ഈ ഒരു ഫ്രണ്ടൊക്കെ മാറി അത്യാവശ്യം നല്ല ലുക്കാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പോളിഷ് അടിച്ചിട്ട് കഴുകിയതിന് ശേഷം നന്നായി പോളിഷ് ചെയ്ത് നോക്കി ചിലപ്പോൾ നല്ല വൃത്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കിലോമീറ്റർ ശരിക്കും കാണാൻ പറ്റില്ല, ഡിജിറ്റൽ കറക്റ്റ് തെളിയാത്ത മങ്ങലായതുകൊണ്ട് കാണാൻ പറ്റില്ല. സെൽഫ് സ്റ്റാർട്ടൊക്കെ പക്ക വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വേണ്ട സിമ്പിളായിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട്. സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. എൻജിനൊന്നും കാര്യമായിട്ട് സൗണ്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് റേസ് ചെയ്ത് നോക്കാം. വണ്ടിയെ എന്നൊരു സംബന്ധിച്ച് റേസ് ചെയ്തിട്ട് പോലും കാര്യമായിട്ടുള്ള ജർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. കാര്യമായ ജർക്കിങ് വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്കായിട്ട് ഇനി അധികം ഉപയോഗമില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ്. പിന്നെ അവർ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറി. അപ്പോൾ സിംഗിൾ ഓണറായിട്ടുള്ളൊരു വണ്ടി 2015 മോഡലാണ്. ഹീറോയുടെ മാസ്ട്രോ ആണ്. വെറും 25,000 രൂപ മാത്രമാണ് പ്രൈസ് അവർ ചോദിക്കുന്നത്. വിലപേശലിന് വിധേയമാണ്. പുതിയ ഇൻഷുറൻസ്, പുതിയ പൊല്യൂഷൻ, ബാറ്ററി സെറ്റപ്പ് ഉണ്ട്, 2 ടയർ കണ്ടീഷനാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത്. താല്പര്യമുള്ളവർ വേഗം 2 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അവരോട് നിങ്ങൾക്ക് പറ്റുന്നൊരു വിലയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ വാഹനം വാങ്ങാൻ പോണ സുഹൃത്തുക്കളോട് ഒറ്റ കാര്യം മാത്രം അപേക്ഷിക്കുകയാണ്. എൻ്റെ വാക്കുകൾ മാത്രം നിങ്ങൾ വിലക്കെടുക്കരുത്, അല്ലെങ്കിൽ വിശ്വസിക്കരുത്. നിങ്ങളെപ്പോഴും കൂടെ ഒരാളെ, ഒരു മെക്കാനിക്കിനെ, വണ്ടിയെക്കുറിച്ച് അറിവുള്ള ഒരാളെ കൂടെ കൊണ്ടുവരിക. അദ്ദേഹത്തിന് അതിന് പൈസ കൊടുത്ത് കൊണ്ടുവന്നാൽ പോലെ നഷ്ടമാവില്ല. കൊണ്ടുവന്ന് വിശദമായ പരിശോധന, എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരും. എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.